Hello everyone, welcome back to a new video. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പൊതുവെ എല്ലാ ആൾക്കാരും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, കൺഫ്യൂസിങ് ആണെന്നൊക്കെ പറയാറുള്ള ഒരു സാധനമാണ്. ഓക്കെ, അതിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. വെൽക്കം വൺസ് അഗൈൻ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്, വേണ്ട വെച്ചിട്ട് പോകും. അങ്ങനെയല്ല, ചെറിയ വീഡിയോ ആണ്. ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ തരിക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ എനിക്ക് ഈ വീഡിയോയിലൂടെ ഉള്ളൂ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുന്നുണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് കാര്യമായിട്ടിരുന്ന് കണ്ടുകൂടാ. സബ്ജക്റ്റ് വേർബ് എഗ്രിമെന്റ് നിങ്ങളുടെ എക്സാമിന് മിക്കവാറും ഒക്കെ ചോദിക്കാറുള്ള സാധനമാണ്. എഡിറ്റിംഗ്, അതുപോലെ ഈ പറയുന്ന ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ചോദിക്കാറുണ്ടല്ലോ. അതിലൊക്കെ ചില സമയത്ത് സബ്ജക്ട് വേർബ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞിട്ട് തന്നെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്കത് മനസ്സിലാക്കി വെക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. സംഭവം ഭയങ്കര സിമ്പിളാണ്. ഒന്ന് അതിൻ്റെ ഒരു ട്രിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര സിമ്പിളാണ്. അത് മനസ്സിലാതെ വരുമ്പോഴാണ് നമുക്ക് ഭയങ്കര ഇത് വല്ലാത്തൊരു തൊല്ലയാണല്ലോ എന്നൊക്കെ തോന്നുക. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ഇന്ന് കുറച്ച് കാര്യങ്ങൾ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകണം. സോ സബ്ജക്ട് വേർബ് എഗ്രിമെന്റിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പറയാൻ പോണേ. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. എന്താണ് സബ്ജക്ട് വേർബ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്? സി, സബ്ജക്റ്റ്, ഓക്കെ, അതായത് ചെയ്യുന്ന ഒരു ആക്ഷൻ ചെയ്യുന്ന ആൾ, ആൻഡ് ദാറ്റ് ആക്ഷൻ, ഇത് സബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കുക, ഇത് വേർബ് ആണെന്ന് വിചാരിക്കുക. സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന ആളല്ലേ, ആൻഡ് വേർബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ദാറ്റ് പെർട്ടിക്കുലർ ആക്ഷനെയാണ് വേർബ് എന്ന് പറയാം. ഇവർ തമ്മിൽ ഒരു എഗ്രിമെന്റ്, ഓക്കെ, കൊടുകൈ എഗ്രിമെന്റ് എന്നുള്ളൊരു പരിപാടി നടക്കുകയാണ്. ഈ എഗ്രിമെന്റ് ഇംഗ്ലീഷിന്റെ ഒരു പ്രത്യേകതയാണ്. ആ എഗ്രിമെന്റ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സംഭവം കഴിഞ്ഞു. സിമ്പിളാണ്, അത്രയേ ഉള്ളൂ. നമുക്കത് എന്താണെന്ന് നോക്കാം. സോ ഈ കാര്യം ഒന്ന് മനസ്സിലാക്കുക. സബ്ജക്റ്റും വേർബും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ് സബ്ജക്ട് വേർബ് എഗ്രിമെന്റ്. ചില സമയത്ത് തന്നെ കോൺകോർഡ് എന്നും പറയാറുണ്ട്. ഇത് രണ്ടും ഒന്നാണ്. സബ്ജക്ട് വേർബ് എഗ്രിമെന്റ് ഇസ് ഈക്വൽ ടു കോൺകോർഡ് ഇസ് ഈക്വൽ ടു സബ്ജക്ട് വേർബ് എഗ്രിമെന്റ്. ഓൾറൈറ്റ്, ഫൈൻ. അപ്പോൾ അടുത്തത് എന്താണ് സിംഗുലർ, എന്താണ് പ്ലൂരൽ എന്ന് പലർക്കും കൺഫ്യൂഷൻ ഉണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതെന്താണെന്നാണ് ആദ്യം പറയാം. ബേസിക് തൊട്ട് പറഞ്ഞു പോകാം. നിങ്ങൾ കുറച്ച് അറിയുന്ന കുട്ടികൾക്ക് തോന്നണ്ട ഇതെന്താണ് ഇങ്ങനെയൊക്കെ പറയണേ എന്ന് വിചാരിക്കേണ്ട. ചിലപ്പോൾ ഒട്ടും അറിയാത്ത കുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ അതൊരു ഇൻഫർമേഷൻ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ പറയണേ. ഓക്കെ, സിംഗുലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താടാ? വാട്ട് ഇസ് സിംഗുലർ? സിംഗുലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന്, അല്ലെ? സിംഗിൾ പസംഗെ, അതാണ് ഒന്ന്, അതാണ് സിംഗുലർ. പ്ലൂറൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഒന്നിൽ കൂടുതൽ, അതായത് ഒരെണ്ണത്തിൽ കൂടുതൽ വരുന്നതിനാണ് നമ്മൾ പ്ലൂറൽ എന്ന് പറയാം. സോ ആ ബേസിക് സാധനം ഒന്ന് ആദ്യം മനസ്സിലാക്കുക. സിംഗുലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെന്നും, പ്ലൂറൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതലാണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ഞാനിവിടെ ഒന്ന് രണ്ട് എക്സാമ്പിൾ, ഇപ്പോൾ ഈ ബാക്കിൽ കാണുന്ന ഫ്രൂട്ട്സിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ ട്രീസിന്റെ കാര്യത്തിൽ നോക്കിക്കോ. ഇവിടെ സിംഗുലർ 1 ട്രീ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ട്രീ, അതെന്താണ്? അത് സിംഗുലർ ആണ്. ഓക്കെ, മോർ ദാൻ 1 കാണിക്കുന്ന സമയത്ത് ഇവിടെ നോക്കുമ്പോൾ 1, 2 മരങ്ങൾ കാണുന്നുണ്ട് അല്ലെ? അതിനെയാണ് നമ്മൾ ഒന്നിൽ കൂടുതലുള്ളത് കൊണ്ട് നമ്മൾ പ്ലൂരൽ എന്ന് പറയാണ്. ഓക്കെ, ഒന്നാണെങ്കിൽ സിംഗുലറും ഒന്നിൽ കൂടുതലാണെങ്കിൽ പ്ലൂരലും. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി വെക്കുക. അതൊന്ന് മനസ്സിൽ വെച്ചോ, കാരണം നമുക്ക് ഇനി അങ്ങോട്ട് വരുന്ന സമയത്ത് ഇത് വളരെ അത്യാവശ്യമായിട്ട് വരും. സിംഗുലർ കുറച്ച് പ്രൊനൗണുകൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. സിംഗുലർ പ്രൊനൗൺ ഏതാണ്, പ്ലൂറൽ പ്രൊനൗൺ ഏതാണെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഹി, ഷീ, ഇറ്റ്, ഇതൊക്കെയും എന്താണ്? സിംഗുലർ പ്രൊനൗൺസ് ആണ്. ഓക്കെ, ഹി, ഷീ, ഇറ്റ്, നമ്മൾ ഒഴികെ ബാക്കിയുള്ള എല്ലാ ആളുകളും സിംഗിൾ ആണെന്ന് ആലോചിച്ചാൽ മതി, ചുമ്മാ. ഓക്കെ, അപ്പൊ ഹി, ഷീ, ഇറ്റ് ഒക്കെ സിംഗുലർ പ്രൊനൗൺ ആണ്. അതുപോലെ പ്ലൂറൽ പ്രൊനൗൺ ഏതൊക്കെയാണെന്ന് നോക്കിക്കോ. പ്ലൂറൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഒന്നിൽ കൂടുതൽ എന്നുള്ള രീതിയിൽ ആലോചിച്ചാൽ മതി കേട്ടോ. ഐ ഒരു എന്താ പറയാ, ഒരു സ്പെഷ്യൽ കേസാണ്. അതിൻ്റെ കൂടെ നമ്മൾ അധികം ആം ആണ് യൂസ് ചെയ്യുക അല്ലെ? ഐ എം ഗുഡ്, ഐ എം ഫൈൻ എന്നൊക്കെ പറയത്തില്ലേ? അപ്പോൾ ആം ആണ് അധികം യൂസ് ചെയ്യുക. ബട്ട് പ്ലൂറൽ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ആൻഡ് യു പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക, ദേ പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക, വി പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അതൊന്ന് മനസ്സിലാക്കി നോക്കി. ഇത് പഠിച്ചു വെച്ചോണം കേട്ടോ. ഇതൊരു ബേസിക് റൂൾ ആയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെച്ചാൽ തന്നെ സംഭവം സെറ്റാണ്. അപ്പോൾ പ്ലൂറൽ ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്? പ്ലൂറൽ ആയിട്ട് വരുന്നത് യു ഉണ്ട്, ദേ ഉണ്ട്, വി ഉണ്ട്. ഓക്കെ, സിംഗുലർ ആയിട്ട് വരുന്ന ഏതാന്ന് നോക്കിക്കോ. ഹി ഉണ്ട്, ഷീ ഉണ്ട്, ഇറ്റ് ഉണ്ട്. ഇത്രയും കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓൾറൈറ്റ്, മൂവിങ് ഫോർവേഡ്. ഇനി എന്താണ് സബ്ജക്ട് വേർബ് എഗ്രിമെന്റ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ആദ്യമേ ഞാനൊരു ഷെയ്ക്ക് ഹാൻഡ് എന്ന് ഓർമ്മയുണ്ടോ? അതേ സംഭവം ഒന്നും കൂടെ പറയാണ്. എന്താ നോക്കിക്കോ. സബ്ജക്ട് വേർബ് എഗ്രിമെന്റ് മീൻസ് ദാറ്റ് ദ സബ്ജക്ട് ആൻഡ് വേർബ് ഇൻ സെന്റൻസ് മസ്റ്റ് എഗ്രി ഇൻ നമ്പർ. ഇത് സബ്ജക്റ്റ് ആൻഡ് ഇത് വേർബ്. സബ്ജക്റ്റ് വേർബിനോട് പറയണേ, ഞാൻ ഒന്ന് എടുക്കുകയാണ്, നീ ഒരെണ്ണേ എടുക്കാൻ പാടുള്ളൂ. അപ്പൊ വേർബ്, ശരി, ഞാൻ ഒന്നേ എടുക്കുള്ളൂ, നീ ഒന്നേ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ സബ്ജക്റ്റ്. ഞാൻ 2 എടുക്കുകയാണെങ്കിലോ? അപ്പൊ വെർബ്, ഞാൻ 2 എടുക്കും. ഇതാണ് സംഭവം.
ഈ മോണോ ആക്ട് കണ്ടല്ലോ നിങ്ങൾ. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബും സിംഗുലർ ആയിരിക്കണം. അതേ സമയത്ത് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ, സബ്ജക്റ്റിൽ ഒന്നിൽ കൂടുതലാണ് കാണുന്നെങ്കിൽ അതേ സംഭവം നമ്മൾ എവിടെയും കൊണ്ടുവരിക, വേർബിലും കൊണ്ടുവരിക. എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, നമുക്ക് നോക്കാം. കുറെ എക്സാമ്പിൾസ് ഒക്കെ വരാനുണ്ട്, കുറച്ച് റൂൾസ് പഠിക്കാനുണ്ട്. ലെറ്റ്സ് സീ, നമുക്ക് നോക്കാം. സിംഗുലർ സബ്ജക്ട്സ് ടേക്ക് സിംഗുലർ വേർബ്സ് ആൻഡ് പ്ലൂറൽ സബ്ജക്ട്സ് ടേക്ക് പ്ലൂറൽ വേർബ്സ്. ഇപ്പൊ കണ്ട മോണോ ആക്ട് നാടകം ഉണ്ടല്ലോ, അതാണ് സംഭവം. അതായത് സിംഗുലർ സബ്ജക്റ്റ് എപ്പോഴും സിംഗുലർ വേർബിന്റെ കൂടെ പോവും, പ്ലൂറൽ സബ്ജക്റ്റ് എപ്പോഴും പ്ലൂറൽ വേർബിന്റെ കൂടെ പോവും. ഓക്കെ, എക്സാമ്പിൾസ് നോക്കിക്കോ, അപ്പൊ കുറച്ചും കൂടെ നമുക്ക് ക്ലാരിറ്റി കിട്ടും. ലെറ്റ്സ് സീ സം എക്സാമ്പിൾസ്. ഹി റൺസ് ഫാസ്റ്റ്. ഓക്കെ, ഇവിടെ ഹി എന്ന് പറയുന്നത് അവൻ അല്ലെ, ഒരാളാണ്, ഒന്നിൽ കൂടുതൽ ഇല്ലല്ലോ, ഒരാളാണ്. ആൻഡ് ഇവിടെ റൺസ് എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കാറ് സിംഗുലർ, കാർസ് എന്ന് പറയുന്നത് പ്ലൂരൽ, അപ്പോൾ ഇവിടെ റൺസ് എന്ന് പറയുന്ന പ്ലൂരൽ അല്ലേ എന്ന് വിചാരിക്കുന്നുണ്ടാവും. സി, നൗൺസിന്റെ കാര്യം പോലെയല്ല നമ്മൾ ഇവിടെ വേർബിന്റെ കാര്യം വരുന്നത്. ഓക്കെ, ഇവിടെ ഈ റൺസ് എന്ന് പറയുന്നത് ഡസ് പ്ലസ് റൺ ആണ്, നോട്ട് നമ്മളുടെ ഏതിന്റെ നൗണിന്റെ പേരുകളുടെ കാര്യം പറയുന്നത് പോലെ അല്ല പറയേണ്ടത്. അപ്പൊ ഇവിടെ റൺസ് എന്ന് പറയുന്നത് സിംഗുലർ എൻറ്റിറ്റി ആണ്. ഓക്കെ, പ്ലൂറൽ അല്ല. ഓക്കെ, ഈ എസ് കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഇത് പ്ലൂറൽ ആണെന്ന് അല്ല, സിംഗുലർ ആണ്. ഓക്കെ, അപ്പൊ ഹി റൺസ് എന്ന് പറയുന്നത്, ഇവിടെ ഹി എന്ന് പറയുന്ന സിംഗുലർ ആയതുകൊണ്ടാണ് ഇവിടെ റൺസ് എന്ന് വന്നിരിക്കുന്നത്. അതേസമയം ഹീക്ക് പകരം ദേ ആയിരുന്നെങ്കിലോ റൺസ് എന്ന് വരുവോ? ഇല്ല, ദേ റൺ എന്നേ വരുള്ളൂ. ദേ ഡു റൺ എന്നാണ് പറയാ. ഹി ഡസ് റൺ, ദേ ഡു റൺ, ആ രീതിയിലാണ് അത് പറയേണ്ടത്. ഓക്കെ, അപ്പോ അതുകൊണ്ട് തന്നെ സബ്ജക്റ്റ് സിംഗുലർ ആണ്, സോ വേർബും എടുക്കുന്നത് എന്തായിരിക്കും? സിംഗുലർ ഫോം തന്നെ ആയിരിക്കും. ഇങ്ങനെ വേണം വരാൻ വേണ്ടിയിട്ട്. ഇതാണ് അതിന്റെ റൂൾ. ഇതെന്താണ് അങ്ങനെയെന്ന് ചോദിച്ചാൽ അത് അങ്ങനെയാണ്. ഓക്കെ, ആൻഡ് അതിന്റെ തൊട്ട് താഴെയുള്ള എക്സാമ്പിൾ നോക്കിക്കോ. ദേ എന്ന് പറയുന്നത് പ്ലൂറൽ ആയിട്ടുള്ള പ്രൊനൗൺ ആണല്ലോ, ആണ്. അപ്പൊ ഇവിടെ റൺസ് എന്ന് വന്നിട്ടുണ്ടോ? ഇല്ല. ദേ ഡു പ്ലസ് റൺ, ദേ ഡു പ്ലസ് റൺ ആണ് ഇവിടെ റൺ എന്ന് വന്നിരിക്കണേ. അപ്പോ ദേ റൺസ് അല്ല, ദേ റൺ ഫാസ്റ്റ്, പ്ലൂരൽ ഫോം. ഓക്കെ, കൺഫ്യൂഷൻ ആക്കിയോന്ന് അറിയില്ല. ഇത്രയേ ഉള്ളൂ. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വേർബ് സിംഗുലർ ആയിരിക്കണം, സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വേർബും പ്ലൂറൽ ആയിരിക്കണം. കൂടുതൽ എക്സാമ്പിൾസ് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. ഇവിടെ ഞാനൊരു പിക്ചർ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഞങ്ങൾ വലിയ കുട്ടികളല്ലേ, എന്തിനാണ് ഇങ്ങനെയുള്ള പിക്ചറൊക്കെ കാണിക്കുന്നതെന്നൊക്കെ വിചാരിക്കും. പക്ഷേ പിക്ചേഴ്സ് കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ കിട്ടും. സി, രണ്ട് പട്ടികൾ അല്ലെ, രണ്ട് കുത്താലോഗ് ഇരിക്കുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ പട്ടിക്കുട്ടന്മാർ ഇരിക്കുന്നുണ്ട്. രണ്ട് എന്ന് പറയുമ്പോൾ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? പ്ലൂറൽ ആണേ, സിംഗുലർ അല്ലല്ലോ. യെസ്, 2 dogs എന്ന് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, 2 dogs ഈസ് ആണോ ആറാണോ? ഈസ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്, പ്ലൂറൽ വരുന്നത് ആറാണ്. അപ്പൊ ഏതാണ്? 2 പേരുള്ളത് കൊണ്ട് തന്നെ 6 എന്ന് നമ്മൾ കൊടുത്തിരിക്കുന്നു എന്ന് മനസ്സിലായി. 2 dogs are sitting on the grass. പുല്ലിൽ 2 പട്ടികൾ ഇരിക്കുന്നു. ഓക്കെ, 2 dogs are. അതേപോലെ ഇപ്പുറത്തെ പുല്ലിൽ നോക്കിക്കോ, ഒരുത്തനെ ഇരിക്കുന്നുള്ളൂ, ഒരു പട്ടിക്കുട്ടനെ ഇരിക്കുന്നുള്ളൂ. 1 dog ആണ്, സിംഗുലർ ആണ്. 1 dog are sitting എന്ന് പറയോ നമ്മള്? ഇല്ല. 1 dog is sitting on the grass. സോ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ സബ്ജക്റ്റ് സിംഗുലർ ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ വേർബും സിംഗുലർ ആയി എടുത്തിരിക്കുന്നു. ഇവിടെ സബ്ജക്റ്റ് പ്ലൂറൽ ആണ്, അതുകൊണ്ട് തന്നെ വേർബും നമ്മൾ എന്താക്കി എടുത്തിരിക്കുന്നു? പ്ലൂറൽ ആക്കി എടുത്തിരിക്കുന്നു. ഈ രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ. നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ്സ് തരും. അപ്പൊ സബ്ജക്റ്റുകൾ നോക്കുക, സബ്ജക്റ്റ് ഐഡന്റിഫൈ ചെയ്യണം ഫസ്റ്റ്. ഏതാണ് സബ്ജക്റ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിന് കുറെ ട്രിക്കുകളൊക്കെ ഉണ്ട്. സബ്ജക്റ്റ് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം അതിനനുസരിച്ചിട്ട് നമ്മൾ വെർബലി ചേഞ്ചസ് വരുത്താം കേട്ടോ. ശ്രദ്ധിക്കണേ. കുറച്ച് റൂൾസ് പറഞ്ഞു തരട്ടെ ഞാൻ, അത് ഓക്കെ ആയിരിക്കുമല്ലോ? നമ്മൾ കുറച്ച് റൂൾസ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഓക്കെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ലെറ്റ്സ് ഹാവ് സം റൂൾസ്. ഓക്കെ, സിംഗുലർ സബ്ജക്ട്സ് ടേക്ക് സിംഗുലർ വെർബ്സ്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. പ്ലൂറൽ സബ്ജക്ട്സ് ടേക്ക് പ്ലൂറൽ വെർബ്സ്. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ ആയിരിക്കണം. ഓക്കെ, ദേ ഈറ്റ്. ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. When 2 subjects are joined by and, use a plural verb. And വെച്ചിട്ട് നമ്മൾ 2 സബ്ജക്റ്റുകളെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർ വരുമല്ലോ, അതുകൊണ്ട് തന്നെ പ്ലൂറൽ ഫോം വേണം നമ്മൾ വെർബിൽ ആഡ് ചെയ്യാൻ. ഓക്കെ, when 2 subjects are joined by or nor, അങ്ങനെയുള്ള ഇതിൽ ഒന്ന് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ either this or എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഓർ എന്ന് വെച്ച് പറയുന്നത് എന്താ? ഒന്നിക്ക് ടീ ഓർ കോഫി, ഇതിൽ ഏതെങ്കിലും ഒന്ന് എന്നല്ലേ പറയാ. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? വേർബിന്റെ നിയറസ്റ്റ് ആയിട്ടുള്ള സംഭവം ഏതാണോ അതിന്റെ ക്വാളിറ്റി, അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ,
പിന്നെ വേറെ കുറച്ച് സ്പെഷ്യൽ കേസസ് ഉണ്ട്, നോക്കാം. വേർഡ്സ് ലൈക്ക് ഈച്ച്, എവ്രി വൺ, സംബഡി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ സിംഗുലർ ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾ വിചാരിക്കും എവ്രി വൺ കുറെ പേരല്ലേ പറയണേ, പിന്നെന്താ സിംഗുലർ? അതങ്ങനെയാണ്. എവ്രി വൺ എന്നൊക്കെ പറഞ്ഞ് അത് സിംഗുലർ എൻറ്റിറ്റി ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ടൈറ്റിൽസ് ഓഫ് ബുക്സ്, മൂവീസ് ഓർ ഓർഗനൈസേഷൻ ടേക്ക് സിംഗുലർ വേർബ്സ്. സിനിമന്റെ പേരുകള്, പുസ്തകത്തിന്റെ പേരുകള്, അതുപോലെ ഏതെങ്കിലും ഓർഗനൈസേഷൻസ് ഒക്കെ പറയുന്ന സമയത്ത് നമ്മൾ സിംഗുലർ എൻറ്റിറ്റി ആണ്, സിംഗുലർ വേർബ് ആണ് എടുക്കേണ്ടത്. പിന്നെ സമയം, പിന്നെ പൈസ, സം ഓഫ് മണി, പീരീഡ് ഓഫ് ടൈം, ഇതിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ സിംഗുലർ ഫോം ആണ് ഉപയോഗിക്കുക. നമ്മൾ 100 rupees are enough for me എന്ന് പറയോ? ഇല്ല. 100 rupees is എന്നാ പറയാ. 100 rupees എന്ന് പറയുമ്പോൾ 100 രൂപ ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മളത് പ്ലൂറൽ ആക്കരുത്, അത് തെറ്റാണ്. 100 rupees അതൊരു ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് ഒരു ഒറ്റ കണക്കായിട്ടാണ് കൂട്ടുക. ഓക്കെ, അപ്പൊ 100 rupees is എന്നാണ് പറയേണ്ടത്. അതിന്റെ എക്സാമ്പിൾ ഞാൻ എടുത്തിട്ടുണ്ട്, നമുക്ക് കാണാം. കുറച്ച് എക്സാമ്പിൾസ് നോക്കിക്കോളൂടാ. ഈച്ച് ഓഫ് ദ പ്ലേയേഴ്സ് ഹാസ്, നോട്ട് ഹാവ്. ഈച്ച് എന്ന് പറയുമ്പോൾ എന്താണ്? ഓരോരുത്തരും എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വന്നിരിക്കുന്നുണ്ട് നമ്മളെ സിംഗിൾ ആണ്, സിംഗിൾ എൻറ്റിറ്റി ആണ് നമ്മൾ എടുക്കേണ്ടത് വേർബിന്റെ. ഈച്ച് ഓഫ് ദ പ്ലേയേഴ്സ് ഹാവ് അല്ല, ഈച്ച് ഓഫ് ദ പ്ലേയേഴ്സ് ഹാസ് എ ന്യൂ ജേഴ്സി എന്ന് വന്നിരിക്കുന്നു. 10 kilometers ദൂരം, മിക്കവാറും ഒക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്. 10 kilometers ആയതുകൊണ്ടോ 10 കിലോമീറ്റർ ഉണ്ടാവും, അവിടെ 6 ഇട്ടേക്കാം. അങ്ങനെ ഇടാൻ പറ്റുമോ? ഇല്ല. 10 kilometers is a long distance. ഈ നോക്ക്, ഇവിടെ ഇസ് ആണ് വന്നിരിക്കുന്നത്. ആ രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ, കാരണം അത് സിംഗിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. ഓക്കെ, 9 months, ഒരു എക്സ്ട്രാ എക്സാമ്പിൾ. 9 months എന്ന് പറയാണ്. ഓക്കെ, 9 months ആറാണോ ഈസ് ആണോ? ഏതാ വരിക? ഏതാ വരിക? നിങ്ങളുടെ ഒരു എക്സാം, ഒരു മൈൻഡിൽ വരുന്ന സാധനം വെച്ചിട്ട് പറയൂ. ആറല്ല, ഈസ് ആണ് അല്ലെ, സിംഗിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 9 months എന്ന് വരണം. ഓ റൈറ്റ്. കുറച്ച് തെറ്റുകൾ, കോമൺ എറേഴ്സ് ടു അവോയ്ഡ്. നമ്മൾക്ക് ശ്രദ്ധിച്ചാൽ ഈ കുറച്ച് എക്സാമ്പിൾസ് കാണാൻ പറ്റും, അതിലുള്ള ശരി തെറ്റുകൾ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഷീ ഗോ ടു സ്കൂൾ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. അതിന്റെ കാരണം എന്താണ്? ഇവിടെ സബ്ജക്റ്റ് സിംഗുലർ ആണ്, വേർബ് പ്ലൂറൽ ആണ്. അങ്ങനെ സബ്ജക്ട് സിംഗുലറും വേർബ് പ്ലൂറലും വന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റല്ലേ? അത് തെറ്റാണ്. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വേർബും എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. സോറി, സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വേർബും സിംഗുലർ ആയിരിക്കണം. സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ മാത്രമേ വേർബ് നമ്മൾ പ്ലൂറൽ ആക്കാൻ പാടുള്ളൂ. ഇവിടെ ഷീ എന്ന് പറയുന്ന സിംഗുലർ ആണ്, അപ്പൊ അതുകൊണ്ട് ഗോ അല്ല വരേണ്ടത്, ഗോസ് ആണ്. ഡസ് ഗോ, ഗോസ്. ഓക്കെ, ഷീ ഗോസ് ടു സ്കൂൾ എന്നാണ് വരേണ്ടത്. ഓക്കെ, അടുത്ത നോക്കിക്കോ. ദ ലിസ്റ്റ് ഓഫ് ഐറ്റംസ്. ഇവിടെ ലിസ്റ്റ് എന്ന് പറയുന്ന സബ്ജക്ട്, ലിസ്റ്റ് ഓഫ് ഐറ്റംസ് കുറെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ അങ്ങനെ ചൂസ് ചെയ്യരുത്. ലിസ്റ്റ് ആണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത്. ലിസ്റ്റ് ഓഫ് ഐറ്റം, വേർബിന്റെ പൊസിഷൻ നോക്കിക്കോ. ഓക്സിലറി ഏതാണ്? ആറാണ് കൊടുത്തിരിക്കുന്നത്, തെറ്റി. ഓക്കെ, ദ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഇസ് ഓൺ ദി ഡെസ്ക്. കറക്റ്റ്. നീദർ ഓഫ് ദ ബോയ്സ് പ്ലേ ഫുട്ബോൾ. തെറ്റ്. എന്തുകൊണ്ടാ? സി, ബോയ്സ് അല്ല, സോറി, ഓഫ് ദ ബോയ്സും പോട്ടെ, പ്ലേ അല്ല വരേണ്ടത്, പകരം പ്ലേസ് വരണം. ഒരാളെ കുറിച്ചിട്ട്, അതായത് ആരും ഇല്ല എന്നുള്ള രീതിയിലല്ലേ പറയുന്നത്. സോ പ്ലേസ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ട് വരേണ്ടത്. ഓക്കെ, നീദർ ഓഫ് ദ ബോയ്സ് പ്ലേസ് ഫുട്ബോൾ. അത്രയും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ കുറച്ച് കൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഒരു 3-4 ടിപ്സും കൂടെ പറഞ്ഞുതരാം കേട്ടോ. ഓൾവേസ് ഐഡന്റിഫൈ ദ സബ്ജക്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, സെന്റൻസിൽ സബ്ജക്ട് ഏതാണെന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ വേർബിന്റെ സബ്ജക്ട് ഐഡന്റിഫൈ ചെയ്തെങ്കിലല്ലേ അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് മനസ്സിലാവുള്ളൂ. അന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്തും കൂടെ ചെയ്യാൻ പറ്റത്തുള്ളൂ, അതിന്റെ വേർബിന്റെ ചേഞ്ചസും കൂടെ അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നോക്കണം. ഓക്കെ, ബി കെയർഫുൾ വിത്ത് ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് ലൈക്ക് എവ്രി വൺ, സം വൺ, നോബഡി, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ സിംഗുലർ ആണ് യൂസ് ചെയ്യേണ്ടത്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പൊ അത് ശ്രദ്ധിക്കുക. ആൻഡ് പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? യൂസ് പ്ലൂറൽ വേർബ്സ് വിത്ത് ബോത്ത്, ഫ്യൂ, മെനി, സെവറൽ. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ബോത്ത് ഒന്നിൽ കൂടുതൽ, ഫ്യൂ കുറച്ച്, മെനി കുറെ, സെവറൽ കുറച്ച് എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുന്ന പ്ലൂറൽ വേർബ്സ് ആണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ നമ്മളത് വേർബിന്റെ പ്ലൂറൽ ഫോം തന്നെ നമ്മൾ എടുക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കുറച്ച് പ്രാക്ടീസ് ചെയ്യാനുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഇതിൽ നമ്മൾ 1-2 ചെയ്യും, ഒരെണ്ണം നമ്മൾ ബാക്കി വെക്കും. അത് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്ന ഏതാണോ അതിന്റെ ആൻസർ നിങ്ങളത് കമന്റ് ചെയ്യണം കേട്ടോ. നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ നോക്കിക്കോ. എവ്രി വൺ ഈസ് ഓർ ആർ ഇൻവൈറ്റഡ് ടു ദ പാർട്ടി. എവ്രി വൺ എന്ന് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഈസ് വരുമോ ആർ വരുമോ?
ഏതാ വരിക? ഇസ് ആണ് അല്ലേ? എവ്രി വൺ ഇസ് ഇൻവൈറ്റഡ്. ആറല്ല, ഇസ് ആണ് വരുന്നത്. ഇസ് ഇൻവൈറ്റഡ് ടു ദ പാർട്ടി. ദ ക്വാളിറ്റി ഓഫ് ദീസ് ആപ്പിൾസ്. ദീസ് ആപ്പിൾസ് ഒന്നിൽ കൂടുതൽ ഉണ്ടല്ലോ, പ്ലൂറൽ ആണല്ലോ, അതുകൊണ്ട് തന്നെ ഈസ് ആണോ? അല്ല, ആറാണ് വരിക. ദ ക്വാളിറ്റി ഓഫ് ദീസ് ആപ്പിൾസ് ആർ ഗുഡ്. ഓക്കെ, അടുത്ത നോക്കിക്കോ. നീദർ ഓഫ് ഡാഷ് ഹാസ് ഓർ ഹാവ് ഫിനിഷ് ദ വർക്ക്. നീദർ ഓഫ് ദം ഹാവ് ആണോ? അല്ല, ഹാസ്. നീദർ ഓഫ് ദം ഹാസ് സിംഗുലർ ആണ്. നീദർ ഓഫ് ദം ഹാസ് ഫിനിഷ്ഡ് ദ വർക്ക് എന്നാണ് വന്നിരിക്കുന്നത്. ആൻഡ് നാലാമത്തെ നോക്കിക്കോ. ദ പ്ലേയേഴ്സ് വാസ് ഓർ വെയർ റെഡി ഫോർ ദി മാച്ച്. ഇതിന്റെ ആൻസർ എന്താണെന്നുള്ളത്, വാസ് ആണോ ഇവിടെ ആഡ് ചെയ്യേണ്ടത്, വെയർ ആണോ? ദ പ്ലേയേഴ്സ് നോക്കുക, സബ്ജക്ട് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കുക, അതിനനുസരിച്ച് നിങ്ങൾ വേർബിൽ മാറ്റം വരുത്തിയിട്ട് ഒന്ന് കമന്റ് ചെയ്യണേ. ദ പ്ലേയേഴ്സ് വാസ് ഓർ വെയർ റെഡി ഫോർ ദി മാച്ച്. കോമന്റ് ബില്ലോ നിങ്ങൾ നോക്കുക, നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണോ ശരിയെന്ന് തോന്നുന്ന ഉത്തരം അത് കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇത് കുറേ റൂൾസ് ഒക്കെ വരാനുണ്ട്, പക്ഷെ ബേസിക്സ് എന്നുള്ള രീതിയിൽ ഒരു ഫസ്റ്റ് ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ള രീതിയിൽ ഇത് നമുക്ക് ധാരാളമാണ്. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഒരു ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. ഇതിന്റെ ഉത്തരം കമന്റ് ചെയ്യാൻ മറക്കരുത്. ദ പ്ലേയേഴ്സ് ഡാഷ് വാസ് ഓർ വെർ റെഡി ഫോർ ദ മാച്ച്. അതിന്റെ ഉത്തരം എന്താണെന്നുള്ള കമന്റ് ചെയ്യാൻ മറക്കരുത്. And thank you so much for watching. I hope this was useful. I'll come back with another video. Till then, this is me, Harry, signing off. Thank you very much.